ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവളുടെ കല്യാണം നടക്കില്ലായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു. അതെന്താ പറ്റി? എൻ്റെ ഫാമിലി സമ്മതിക്കുന്നില്ലേ ഇപ്പം? അതൊന്നുമല്ല, കല്യാണത്തിന് നല്ല ചിലവാവൂലേ, അപ്പം FD ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് അപ്പം അച്ഛൻ പറയുന്നത്. അതാണോ കാര്യം? നീ പേടിക്കണ്ട, നമുക്കത് മാനേജ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഇപ്പോൾ ടോട്ടൽ വെഡ്ഡിംഗ് ബഡ്ജറ്റ് ഒരു 30 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് എക്സ്പേർട്സ് പറയുന്നത് ഇങ്ങനെയാണ്. 15% നിങ്ങൾക്ക് ഔട്ട്ഫിറ്റ്സിനായിട്ട് മാറ്റി വെക്കാം, 40% വെന്യൂ, 5% നിങ്ങൾക്ക് മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റ്, പിന്നെ ബാക്കിയുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ തമ്പ് റൂൾ ഉണ്ട്. അതായത് നിങ്ങളുടെ ടോട്ടൽ വെഡ്ഡിംഗ് ബഡ്ജറ്റ് നിങ്ങളുടെ ആനുവൽ ഇൻകത്തിന്റെ 2 ഇരട്ടിയിൽ കൂടാൻ വേണ്ടി പാടില്ല. അതായത് നിങ്ങളുടെ ആനുവൽ ഇൻകം 15 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിംഗ് ബഡ്ജറ്റ് 30 ലക്ഷത്തിൽ കൂടാൻ വേണ്ടി പാടില്ല, അതും ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ. ഇനി നിങ്ങളുടെ വെഡ്ഡിങ്ങിന് നിങ്ങൾക്ക് എങ്ങനെ പണം സേവ് ചെയ്യാം എന്നുള്ളത് പറയാം. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു ചെലവ് വരുന്നത് വെന്യൂ ആണ്. സോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വെഡ്ഡിംഗ് ഡേറ്റ് ഫൈനലൈസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വെന്യൂ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം ഒരു വേദിയിൽ തന്നെ പല ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ റെന്റ് അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങളൊരു സേവിങ്സ് അക്കൗണ്ട് ഇതിനായിട്ട് നിങ്ങൾ തുടങ്ങുക. എന്നിട്ട് എല്ലാ മാസവും നിങ്ങൾ അതിലേക്ക് പണം നിങ്ങൾ മാറ്റി വെക്കുക. ഇനി അടുത്ത് കഴിയുന്നത്രയും DIYs യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രിന്റഡ് ഇൻവിറ്റേഷന് പകരം ഡിജിറ്റൽ ഇൻവിറ്റേഷൻ ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനൊരു 10 മുതൽ 15% കണ്ടിജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്കുക. സോ എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ ഒരു ചെലവ് വന്നാൽ എടുക്കാനായിട്ടാണ് ഇത്. സോ ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു വിവാഹം നടത്തണമെങ്കിൽ എത്ര രൂപ ചെലവാകും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ നിങ്ങളത് കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യുക.